വല്ലാത്ത ജാതി പണിക്കാരനും മേശിരായത് എന്ന് പോയതായി ചെങ്ങായിമാര് ഇന്നെങ്കിലും ഒന്ന് വന്നാ മതിയെന്ന്. ആ അത് എന്നിട്ടല്ല എനിക്ക് വല്ലാതെ പണിയൊന്നും അറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടോ. ഇജ്ജ് വല്ലാതെ പണി ഒപ്പിച്ചിങ്ങനെ നിന്നാ മതി. വല്ലാതെ പണിയൊന്നും വേണ്ട കേട്ടോ. എന്ത് പണിയാണ് ഉണ്ണിയവസരങ്ങൾ കാണിക്കണേ? എത്ര ദിവസമായി പണി സ്വീപ്പായിട്ട്? എനിക്കിത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ പരിപാടി ഉണ്ട്? ഈ മഴന്റെ മുന്നപ്പത് തീർക്കണ്ടേ? എന്താ മുരളി ഞാൻ കാട്ടുന്നത്? ഒരു പണിക്കാരനെ കിട്ടണ്ടേ? ബംഗാളികളൊക്കെ നാട്ടിൽ പോയില്ലേ, ഓലൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഇതന്നെ ഇപ്പൊ ഞാൻ ഒപ്പിച്ചുകൊണ്ട് ഒരു പണിക്കാരനെ കൊണ്ടുവന്നാണ്. ഇത് പണിക്കാരനാ? പണി ഗാനമേളക്ക് ഈ പാട്ട് പാടാൻ വന്ന ആളാണ് വിചാരിക്കണത്. മുണ്ടില്ലേ? മുണ്ടണം എന്നൊക്കെ ഉണ്ട്, അയാളെ സ്വഭാവം കണ്ടിട്ട് മുണ്ടാന്ന് തോന്നില്ല. അതല്ല, വർക്കിംഗ് ഡ്രസ് ഇല്ലേ മുണ്ടും കുപ്പായൊക്കെ? എന്തായി അതൊക്കെ ഇതിന്റെ അടിയിലുണ്ട്. പിന്നെ ഇതൊരു 4 കൊട്ട മണലേ വേഗം കൂട്ടിക്കവിടെ. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞില്ല വേണ്ട, എനിക്ക് വല്ലാതെ പണിയൊന്നും അറിയില്ല. ഇത് ഞാൻ പറയണ പണിയിട്ട് കേട്ടാ മതി. കൊയങ്ങിട്ടോ 4 കൊട്ട മണൽ ഞാൻ അവിടെ കോരിട്ടിക്കണേ. ഇനി എന്താ പണി? എന്നാലേ ഒരു 2 അടി സിമെന്റ് കൂടെ ഇട്ടാ ഇതൊക്കെ ഇപ്പൊ തീരടെ കുട്ടി. ഇതെന്തിനാ ഈ ബേജാറാണ്? നോക്ക് ബാഗ് കൊണ്ടിരട സിമെന്റ് ചട്ടിങ്ങട്ട്. നസീരേ 2 ചട്ടി സിമെന്റ് ആയി കിട്ടി. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇജ്ജ് 10 നേരമായിട്ട് ഇപ്പൊ 2 ചട്ടി സിമെന്റ് ഇട്ട് നീ വേട് കൂട്ടിക്കളാ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? വണ്ടിക്കൂലി 80, ചായ 24, കൂലി 850, അങ്ങനെ ആകെ 944. ഈ ബംഗാളികളില്ലാത്തോണ്ടുള്ള ഇടങ്ങേറാണ് ഇതൊക്കെ. കേരളത്തിലെ ഹോട്ടലുകളിലും നിർമ്മാണ സൈറ്റുകളിലും ബംഗാളി ഭായിമാർ എവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കുന്ന തൊഴിലുടമകൾക്ക് ഒരു ദുഃഖവാർത്തയുണ്ട്.